സാന്ദ്ര തോമസിനെതിരെ നിയമ നടപടിയുമായി ഫെഫ്ക. ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ അപമാനിച്ചെന്ന പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഫെഫ്ക കോടതിയെ സമീപിച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിനയ രാശിയായിരുന്നു. വിനയ, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, കഴിഞ്ഞ ദിവസമാണ് സാന്ദ്ര തോമസ് ഓൺലൈൻ ചാനലിന് ഒരു അഭിമുഖം നൽകിയത്. ഈ അഭിമുഖത്തിലാണ് പ്രൊഡക്ഷൻ കൺട്രോളർമാരെ കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതാണിപ്പോൾ ഏറെ വിവാദമായിരിക്കുന്നത്. അതിൽ പ്രധാനമായും സാന്ദ്ര തോമസ് ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന തസ്തിക ഇനി മലയാള സിനിമയ്ക്ക് ആവശ്യമില്ല എന്നായിരുന്നു സാന്ദ്ര തോമസ് ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്. അവരിപ്പോൾ ആർട്ടിസ്റ്റ് മാനേജറാണ്. സിനിമാ മേഖലയിൽ നിന്നും പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന തസ്തിക മാറ്റി ഇനി ആർട്ടിസ്റ്റ് മാനേജേഴ്സ് എന്നാക്കണമെന്നായിരുന്നു സാന്ദ്ര തോമസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ഒരു ജോലിയല്ല അവർ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ധാരണയും ജോലിയുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ധാരണയും അവർക്കില്ല എന്നാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് കേൾക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാർക്ക് തന്നോട് ദേഷ്യം വന്നേക്കാം. എന്നാൽ തനിക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നായിരുന്നു സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. തന്റെ കൂടെ പ്രവർത്തിച്ച പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും ഇപ്പോൾ വലിയ നിലയിലാണുള്ളത്. അവർ വീട് വെച്ചു, സ്വന്തമായി വീട് വെക്കുന്നു, ഫ്ളാറ്റ് വാങ്ങുന്നു. ഇത്തരത്തിൽ വലിയ ഒരു ആഡംബരമായിട്ടുള്ള ജീവിതമാണ് അവർ ഇപ്പോൾ ജീവിക്കുന്നത്. താൻ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്, തനിക്ക് അറിയാത്ത രീതിയിൽ നിങ്ങൾ മോഷ്ടിച്ചോളൂ എന്ന് താൻ തന്നെ ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരോട് പറഞ്ഞിട്ടുണ്ട് എന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതും താൻ ഗതികെട്ടാണ് പറഞ്ഞത്. ഫെഫ്ക വാളെടുക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും പ്രൊഡക്ഷൻ കൺട്രോളർമാരെ ഒഴിവാക്കാത്തത് എന്നും സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിട്ടുണ്ടായിരുന്നു. സാന്ദ്ര തോമസിന്റെ ഈ ആരോപണങ്ങൾക്കെതിരെയാണ് ഫെഫ്ക ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ അപമാനിക്കുന്ന രീതിയിൽ സാന്ദ്ര തോമസ് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെ സാന്ദ്ര തോമസ് ഉന്നയിച്ച ഈ ആരോപണത്തിനെതിരെ അല്ലെങ്കിൽ സാന്ദ്ര തോമസിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഫെഫ്ക ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സാന്ദ്ര തോമസിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ഫെഫ്ക ചെയ്തിരിക്കുന്നത്, സിനിമാ സംഘടനയായ ഫെഫ്ക ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ഏതെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും താൻ പറഞ്ഞ നിലപാടിനോട് താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് സാന്ദ്ര തോമസിന്റെ നിലപാട്.